ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പനീറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പനീർ ദോ പിയാസ. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 പനീർ കഷ്ണങ്ങളിട്ട് കാച്ചി വെച്ചിരിക്കുന്ന പാലും ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാമേ. പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സവോള ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടറും ഓയിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതൊരു നല്ല ബ്രൗൺ കളർ വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കണേ. ഇനി അതേ പാനിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. സവോള ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ. സവോള അങ്ങ് വഴന്നു പോകരുത്, അതിൻ്റെ ക്രഞ്ചിനെസ് ഉണ്ടായിരിക്കണേ. ഇനി അതേ പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചൂടായി കഴിയുമ്പോൾ 1 ഏലക്ക 1 പട്ടയുടെ ഇലയും ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ സൈസ് സവോളയും ഉപ്പുമിട്ട് നല്ലപോലെ വഴറ്റണേ. സവോളയ്ക്കൊരു ചെറിയ ബ്രൗൺ കളർ വരുന്നവരേക്കും വഴറ്റണം കേട്ടോ. ഇനി 1 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചേർത്ത് നന്നായിട്ട് വഴറ്റി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. മൂടി വെച്ച് വേവിച്ചെടുക്കണേ. തക്കാളി നന്നായിട്ട് ഉടയണം കേട്ടോ. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ കൂട്ടും ഒഴിച്ച് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്കിട്ട്
ഒന്ന് ഇളക്കി വഴറ്റി വെച്ച സവോള ക്യൂബ്സും ചേർത്ത് നന്നായിട്ട് ഇളക്കി അരച്ച് വെച്ച പനീറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പനീറിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കസ്തൂരി മേത്തിയും ഇട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പനീർ ദോ പ്യാസ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പെറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റിയും അടിപൊളിയുമായിട്ടുള്ള ഒരു റെസിപ്പി കൂടെയാണ് ഇത്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.